വെങ്കടേഷ് വിഷ്ണു നാരായണ നമ്പൂതിരി എയിംസിൽ തന്നെ MBBS MDയും പഠിച്ചു. അതിനുശേഷം ജൂനിയർ റെസിഡന്റ് ആയിട്ട് അവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഹൗസ് സർജൻ ആയിട്ട് എയിംസിൽ വർക്ക് ചെയ്തു വരികയാണ് ഇദ്ദേഹം. നിലവിൽ ഇൻസ്റ്റാഗ്രാം സ്കാമിംഗ് അക്കൗണ്ടുകളോ കാറ്റ്ഫിഷിംഗ് അക്കൗണ്ടുകളോ ചെയ്തിരിക്കുന്നതിനെക്കാട്ടി ഭയങ്കര ഡിഫറെന്റ് ആയിട്ടായിരുന്നു വെങ്കി കാര്യങ്ങൾ ഡീൽ ചെയ്തത്. വെങ്കി എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രസൻസ് സോഷ്യൽ മീഡിയയിൽ ഏകദേശം എല്ലാ സോഷ്യൽ നെറ്റ്വർക്കുകളിലും നിലവിലുണ്ടായിരുന്നു, ഇൻക്ലൂഡിംഗ് ലിങ്ക്ഡിൻ. പക്ഷേ ഇവിടെയല്ല ഇയാളുടെ ബുദ്ധി ഇരിക്കുന്നത്. ഇയാളുടെ ബുദ്ധികളെല്ലാം ഉപയോഗിക്കുന്നത് ഇയാൾ മാട്രിമോണി വെബ്സൈറ്റുകളിലാണ്. വീഡിയോയുടെ ഫേസ് സ്വാപ്പ് ചെയ്ത് വീഡിയോസ് എഡിറ്റ് ചെയ്യുക, അതുപോലെ തന്നെ വേറെ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഫോട്ടോസ് എടുത്തിട്ട് അയാളുടെ സ്വന്തം ഫേസ് സ്വാപ്പ് ചെയ്യുക. എന്നിട്ട് ഗൂഗിൾ റിവേഴ്സ് സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഇയാളുടെ പ്രൊഫൈലിലോട്ടാണ് ലിങ്ക് വരിക. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇയാളുടെ ഡീറ്റെയിൽസ് ആണ് വരിക. ഒരു നോർമൽ ഫാമിലി മാട്രിമോണി എന്ന വെബ്സൈറ്റിനകത്ത് നിന്ന് സെർച്ച് ചെയ്ത് ഗൂഗിളിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ദർ ഈസ് നത്തിങ് ടു ബി വറീഡ് അബൌട്ട്. എവറിത്തിങ് ലുക്ക്ഡ് ഫക്കിംഗ് ബ്യൂട്ടിഫുൾ. പക്ഷേ എയിംസിൽ അന്വേഷിച്ചെത്തിയപ്പോൾ അങ്ങനെ ഒരു ഡോക്ടർ അവിടെ പഠിച്ചിട്ടില്ല, അങ്ങനെ ഒരു ഡോക്ടർ നിലവിൽ അവിടെ വർക്കും ചെയ്യുന്നില്ല. ദ സ്കേറി പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെങ്കി ഒറ്റയ്ക്കല്ല മൂവ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാട്രിമോണിയൽ മാച്ച് ആവുന്ന ഒരു നോർമൽ ഫാമിലിക്ക് പിന്നെ വരുന്ന കോള് അനാഥനായ വെങ്കിക്ക് വളർത്തമ്മയും വളർത്തച്ഛനും ഉണ്ട് ഹേ, അവരാണ് പിന്നെ വിളിക്കുന്നത്. കല്യാണാലോചനകൾ നടക്കുന്നു, പെണ്ണിനെ കാണാൻ വേണ്ടിയിട്ട് തീയതികൾ എടുക്കുന്നു, അഡ്രസ്സുകൾ ചോദിക്കുന്നു. സ്കേറി റൈറ്റ്? ഞാൻ ചെയ്യുന്ന എല്ലാ കാറ്റ് ഫിഷിംഗ് അക്കൗണ്ടിനും ഒരു കൺക്ലൂഷൻ ഉണ്ടാവും. പക്ഷെ നിലവിൽ എനിക്ക് അങ്ങനെ ഒരു കാര്യം ഈ വീഡിയോയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇതിനകത്താകെ ഞാൻ കണ്ടുപിടിച്ച കാര്യങ്ങൾ, ഈ പറയുന്ന വ്യക്തി വെങ്കടേഷ് അല്ല, ഈ പറയുന്ന വ്യക്തി എയിംസിൽ പഠിച്ചിട്ടില്ല, ഈ പറയുന്ന വ്യക്തി എയിംസിൽ ജോലി ചെയ്യുന്നില്ല, ഈ പറയുന്ന വ്യക്തി ഒരു ഡോക്ടർ അല്ലാത്തത് കാരണം ഇയാളുടെ മാട്രിമോണിയൽ വെബ്സൈറ്റ് ഫേക്കാണ്. ഇയാളുടെ പേരിൽ കല്യാണം ആലോചിച്ചിരിക്കുന്ന വീട്ടുകാരുടെ പേരിൽ അയാൾ എന്തൊക്കെ പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ടെന്ന് എനിക്ക് നിലവിൽ അറിയാൻ പറ്റിയിട്ടില്ല. പക്ഷെ അതിനകത്താകെ എനിക്ക് അറിയാൻ പറ്റുന്ന കാര്യങ്ങൾ, ജാതകം വരെ ഫേക്കാക്കിയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയും അവരുടെ സംഘവുമാണിത്. ഇത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്, ഈ വീഡിയോ എങ്കിലും കണ്ടിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഇയാളെക്കുറിച്ച് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി നിങ്ങൾ കൊടുക്കുക. ബിക്കോസ് യു ബീൻ സ്കാംഡ്. ലെറ്റ്സ് മേക്ക് സൈബർ സ്പേസ് സേഫ് അഗൈൻ. സ്നേഹം പിറക്കട്ടെ, സ്നേഹം മാത്രം പിറക്കട്ടെ.